പുള്ളിക്ക് ഒരുപാട് അനുഭവങ്ങളും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ജീവിത അനുഭവങ്ങൾ കൂടുതലുണ്ടെന്ന്. ഇപ്പൊ മക്കളെ അപേക്ഷിച്ച് ഇപ്പൊ മക്കളുടെ റൈറ്റിംഗ് ആയാലും പുള്ളിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരുപാട് അനുഭവങ്ങളും കാര്യങ്ങളും. ഇപ്പം വരവേൽപ്പൊക്കെ പുള്ളിയുടെ സ്റ്റോറിയാണ്. പുള്ളിയുടെ അച്ഛൻ ഇത് ബസ് നടത്തി പൊളിഞ്ഞ അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ്. അങ്ങനെ ഒരുപാട് ഇത് പിന്നെ പഠിക്കാൻ പോയതും സിനിമയ്ക്ക് വേണ്ടി ചെയ്തതും ഒരുപാട് അനുഭവം ഉണ്ടെന്ന് തോന്നുന്നു. അല്ലാതെ ഇങ്ങനെയൊന്നും അനുഭവങ്ങളും. പക്ഷെ ആ ഒരു എനിക്ക് തോന്നുന്ന കുറച്ചുകൂടെ ഈ കാഴ്ചപ്പാടിനും ഒരു വ്യത്യാസമാണ്. ഇപ്പൊ നമുക്കിപ്പം അങ്ങനെ ഒരു അനുഭവം കിട്ടിയ ചിലപ്പോൾ നമ്മൾ അങ്ങനെ കാണൂല. ശ്രീനിവാസൻ കാണുന്ന രീതിയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു രീതിയിൽ നമുക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റൂല. പക്ഷെ പുള്ളി അത് ഭയങ്കര ഒരു ജീനിയസ് ഒക്കെ മാത്രമേ സംഭവിക്കൂ. എനിക്ക് തോന്നുന്നു ഇനി മലയാള സിനിമയിൽ എന്തെങ്കിലും ഇതേപോലൊരു ജീനിയസ് അല്ലെങ്കിൽ കാര്യം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൂടെ വരണം. മലയാള സിനിമ ഒരു ബഡ്ഡിങ് സ്റ്റേജിലായിരുന്നു. പുള്ളിയുടെ ഒരു എൻട്രിയും എനിക്ക് തോന്നുന്നു പുള്ളിയും കൂടെയാണ് ഈ മലയാള സിനിമ ഇത്രയും വളർത്തി ഭയങ്കര ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് ശ്രീനിവാസൻ. അടുത്ത നേരം അതായത് ഇപ്പം ആദ്യത്തെ സിനിമ നടന്മാരും കഴിഞ്ഞ് നെക്സ്റ്റ് ലെവല് വന്നതിൽ മോൾഡ് ചെയ്തത് കുറെയൊക്കെ പുള്ളിയാണ്. ഒരു സിനിമ മോൾഡ് ചെയ്തത് കൊമേഴ്ഷ്യൽ മൊത്തത്തിൽ. ഇപ്പം ബാക്കിയൊക്കെ ക്ലാസിക്കലായിട്ടൊക്കെ കുറെ പോയിട്ടുണ്ടല്ലോ. ഇത് കൊമേഴ്ഷ്യൽ ആയിട്ട് ആൾക്കാർക്ക് കോമഡി ഉണ്ടല്ലോ. കോമഡി ആണല്ലോ കൂടുതൽ റിലേറ്റ് ചെയ്യാൻ, നമുക്ക് എന്റർടൈൻമെന്റും കാര്യങ്ങളും ഒരു എന്റർടൈൻമെന്റ് വാല്യൂ കൂടെ ഉള്ള ഒരു സാധനവും അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയത് പുള്ളിയാണ്. ഒരു സിനിമ കളറായതിനു ശേഷം എനിക്ക് തോന്നുന്ന പുള്ളി തന്നെയാണ് കുറെ ഇൻപുട്ട് എടുത്തു. പിന്നെ പുള്ളി സെലക്ട് ചെയ്യുന്ന സിനിമകളുണ്ടല്ലോ. ഇപ്പൊ റൈറ്റർ അല്ലാതെ സെലക്ട് ചെയ്യുന്ന കുറച്ച് സിനിമകളൊക്കെ ഒരു രസമുള്ള കുറെ സിനിമകളുണ്ട്. പുള്ളി മറ്റേ ഭാഗ്യം പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ. എന്നുവെച്ചാ പുള്ളി ലോട്ടറി എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഭാഗ്യം വരും. ഭാഗ്യവാന അതൊക്കെ ഒരു. പിന്നെ കുറെ മുകേഷുമായിട്ടുള്ള പടങ്ങളുണ്ട്. മുകേഷുമായിട്ടുള്ള പടങ്ങൾ, കള്ളൻ അതുണ്ട്.